ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാൻ എസ്ഐടിക്ക് നിയമോപദേശം ലഭിച്ചു. ഉത്തരവിലെ പരാമർശങ്ങൾ കേസിനെ ബാധിക്കുന്നതാണെന്നും അത് മുൻ സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. തന്ത്രിയുടെ ജാമ്യഹർജി പരിഗണിക്കവേ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള പരാമർശങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയിൽ നിന്നുണ്ടായത്. തന്ത്രിക്കെതിരായ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു വിജിലൻസ് ജഡ്ജിയുടെ ഒരു പരാമർശം. ഒരു പ്രതിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് വിചാരണ ഘട്ടത്തിൽ എന്ന പോലുള്ള ഇത്തരം പരാമർശങ്ങൾ വിജിലൻസ് ജഡ്ജിയിൽ നിന്നുണ്ടായത്. ഇത് മുൻ സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2012 സഞ്ജയ് ചന്ദ്ര വേഴ്സസ് CBI, 2019 P. ചിദംബരം വേഴ്സസ് ED, 2022 സതേന്ദ്രകുമാർ വേഴ്സസ് CBI തുടങ്ങി വിവിധ കേസുകളിൽ കോടതി സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികൾക്കെതിരായ തെളിവുകൾ സമാഹരിച്ച് പ്രതികളെ ഒന്നൊന്നായി SIT അറസ്റ്റ് ചെയ്തു വരികയുമാണ്. തന്ത്രിയുടെ കാര്യത്തിലും കുറ്റകൃത്യം പ്രഥമദൃഷ്ട്യാ വ്യക്തമായ പശ്ചാത്തലത്തിലാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. അന്വേഷണ സംഘം ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് അന്വേഷണത്തെ ആകെ ബാധിക്കുന്ന തരത്തിൽ ഒരു വിജിലൻസ് ജഡ്ജിൽ നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നുള്ള ഇത്തരം പരാമർശങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനാവുമെന്നാണ് നിയമവിദഗ്ധരുടെ നിലപാട്. പരാമർശങ്ങൾ നീക്കം ചെയ്യാനോ ജാമ്യം തന്നെ റദ്ദാക്കാനോ ഹൈക്കോടതിക്ക് കഴിയും. എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ SITയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടേതായിരിക്കും അന്തിമ തീരുമാനം. SIT ഹൈക്കോടതിയെ സമീപിച്ചാൽ വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന സിംഗിൾ ബെഞ്ചാകും കേസ് കേൾക്കുക. കൈരളി ന്യൂസ്, കൊച്ചി.